അർജന്റീന. ജേഴ്സി കൊടുത്തിട്ട് അർജന്റീന അർജന്റീനക്ക് ജയിക്ക് ഏതാണോ അത് നിങ്ങൾ അർജന്റീന തോൽക്കും. കൊടുത്ത ഒരു അർജന്റീനയുടെ ജേഴ്സി നമ്മുടെ അട്ടനിക്ക് അർജന്റീന ആവണമെന്ന് കോട് ജേഴ്സി വാങ്ങി കൊടുത്തിട്ട് ഇവിടെ ആളെ കൂട്ടുക അർജന്റീനക്ക്. ഇനി വേറെ ടീമുക്ക് പോകണ്ട അർജന്റീനക്ക് തന്നെയാണ്. വേറെ ടീമിലേക്ക് പോകാൻ ഉപ്പായോടെ അത് ഉണ്ട് മനെ ഒരു തൊയിലുണ്ടാവൂലേ ഇപ്പൊ ഒരു അർജന്റീന തോറ്റപ്പോ അങ്ങോട്ട് വാങ്ങി തരും. സൽമാന്റെ രണ്ട് കയ്യിലും പാടെ 4 മോതിരം. അത് ടൈറ്റായിട്ട് കുടുങ്ങിയിരിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഊരാനും ലൂസാക്കാനും പറയണത്. ഒരു 1.5 വർഷം മുമ്പ് ഇതേപോലെ മോതിരം കുടുങ്ങിയിട്ട് തട്ടാൻ്റെ അടുത്ത് പോയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആശാൻ എത്ര ടൈറ്റ് ആയാലും ഉള്ള മോതിരം മാറ്റൂല. പുതിയ വാങ്ങിത്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതന്നെ ഇടും. അതിന് ടൈറ്റായിട്ട് ലാസ്റ്റേ ഊരുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യും. കുറച്ച് ടൈറ്റായി എന്ന് തോന്നുകയാണെങ്കിൽ ഊരാം എന്നുള്ള ഒരു നിലക്ക്. അപ്പോൾ അതിനിടയിലേക്കാണ് നമ്മുടെ സുധേട്ടൻ, അട്ടിണി എന്ന് വിളിപ്പേരുള്ള നമ്മുടെ സുധേട്ടൻ വന്ന്. നാട്ടിലെല്ലാവരും അട്ടിണി എന്നാണ് വിളിക്കുക. എന്താണ് അർജന്റീന അർജന്റീന അട്ടിണി അർജന്റീന അതിന് ഡ്രസ്സോ ജേഴ്സിയോ ആരാന്റെ ഓക്കെ അന്റെ ഓക്കെ എത്ര അട്ടനിക്ക് ജേഴ്സി എത്ര ആര് ജു വാങ്ങി തരുമെന്ന് ചോദിച്ചത് പൈസ എത്ര എവിടെ പേഴ്സ് എടുക്ക് പൈസ എത്ര വേണ്ടെന്ന് ഒന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ ജേഴ്സി വാങ്ങി കൊടുക്ക ഷാഹിദ് അർജന്റീന ജേഴ്സി കൊടുത്തിട്ട് അർജന്റീന അർജന്റീനക്ക് ഞങ്ങൾ ആളെ കൂട്ടുന്നത് എല്ലാ ടീമും ഉണ്ട്. ഹലോ ഞാൻ അറിയാട്ടെ ഇപ്പൊ അർജന്റീന ആയി കഴിഞ്ഞാ ഒരു ജേഴ്സി കിട്ടും വേണോ? അർജന്റീന അർജന്റീന എത്ര അർജന്റീന അർജന്റീന മെസ്സിയൊക്കെ അർജന്റീന തന്നെ അല്ലേ? അതിലും വലിയ എന്തൊക്കെയാ ഫുള്ള് ഫ്ലക്സ് വെച്ചത് അട്ടിനെയാണ്. അതാ ചോദിക്കണം സൽമാൻ, എന്തിനാ ഫുള്ള് ഫ്ലക്സും വെക്കാൻ കൂടിയെന്ന്? അത് പൈസ പണിക്ക അത് ബ്രസീലിന്റെ ജർമ്മനിയുടെ ഒക്കെ കൂടിക്കണു. ഓക്കെ അപ്പൊ ഒരു അർജന്റീനക്ക് ഒരാളെയും കൂടി കിട്ടിട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേറ് കേറ്. ജയിക്ക് ഏതാണോ അത് നിങ്ങൾ അർജന്റീന തോൽക്കും. നല്ല പൊലിവിലാണ് ആശാന്. അട്ടിനിക്കൊരു ജേഴ്സി വാങ്ങിക്കൊടുക്കാൻ നിറഞ്ഞ മനസ്സൊടുക്കനെയാണ് ആ വരുന്നത്. കാരണം ഓന്റെ പൈസ അല്ലല്ലോ. വിളിച്ചു വരുത്തുന്നു, കയ്യും കൂട്ടി പിടിച്ചിട്ട് മേലേക്ക് കൊണ്ടുപോകുന്നു. എന്താ സ്നേഹം. അർജന്റീന ജേഴ്സി ഏതാ മഞ്ഞയാണോന്ന്? ഏതാ മഞ്ഞ? അർജന്റീനയുടെ ജേഴ്സിയുടെ കളർ ഏതാ? ഏത്? ആ യെസ്, അതിപ്പുറത്ത് മഞ്ഞയുണ്ടല്ലോ. മഞ്ഞാരുടെ കൊടുത്ത ഒരു അർജന്റീനയുടെ ജേഴ്സി നമ്മുടെ അട്ടനിക്ക്. അർജന്റീന ഏതാന്ന് കാണിച്ചു തന്നാ ഓനിക്ക്. പിന്നെ അത് അച്ചട്ടാ നമ്മളെ ഓനിക്കല്ലാന്ന്. അല്ല അണക്കൊന്നും നിർത്തരാ എന്നിട്ടോക്കി ആ ഷർട്ട് ഇട്ടോക്കി. ബ്രസീലിന്റെ ആളാണേ. അത് വേണ്ടാന്ന്. അയ്യോ അത് കറക്റ്റാ. ഇപ്പൊ അർജന്റീന തടി കൂടുതലുണ്ടാവില്ലാന്ന്. അല്ലേ ശരിക്ക് ഏതാ ടീം? അർജന്റീന ആവണമെന്ന്. എന്താ ജേഴ്സി വാങ്ങി തന്നിട്ട് പിന്നെ മഞ്ഞാന്ന് പറയും.
ഞാൻ അതിന്റെ ആളായിട്ട് ഇപ്പൊ തീർത്ത് വന്നു പോയല്ലേ. ഞാൻ അതിന്റെ ആളായിട്ട് ഇപ്പൊ ഇതിലുണ്ട് ഒന്നു എന്നാലേ ഷാഹിദേ നമുക്ക് എടുക്കുന്ന ഇജ്ജ് പൈസ കൊടുത്തിട്ട് ഇജോ അട്ടനെയും കൂടെ പോയി ഞങ്ങൾ താഴത്ത് നിൽക്കും ചങ്കൊക്കെ തന്നെ പക്ഷേ എന്ത് ഇതിന്റെ കടം വീടുന്നവരെ വല്ല പണിയുണ്ടോ? അന്ന വിശ്വാസമല്ല അട്ടനിക്ക് ഇതിന്റെ കടം വിടുന്നവരെ ഇവിടെ വല്ല പണി ഉണ്ടോന്ന് ഇജ വാങ്ങി തന്നെ ചോദിച്ചിട്ടേ ആ ഇവിടെ ഇനാഗുറേഷൻ ചെയ്തവനാണ് അതിനെന്താ ഞാനല്ലേ മുറിച്ചില്ലേന്ന് റിബൺ കട്ട് ചെയ്തില്ലേന്ന് ആ വീഡിയോണേ അപ്പൊ പിന്നെ പൈസ കൊടുക്കണ്ട ഇതൊക്കെയല്ലേ എന്താ അതിനെ പോയിട്ട് ഷാഹിദിന്റെ കൂട്ടോ അല്ല അതേ ഹലോ ജനിച്ചിട്ട് 2 ആഴ്ചയും കൂടി ആയിട്ടില്ല ഇതിപ്പോ അതോ ഷാഹിദ അന്റെ കുട്ടിക്കാത്തരെ ഇതേ അത് 2 ആഴ്ചയും കൂടി ആയിട്ടില്ല ഉമ്മാനെ നമുക്ക് വേറെ എടുക്കാം എടാ ഇത് ഇപ്പൊ ജനിച്ചിട്ടല്ലേ ഉള്ളൂ 10 ദിവസം ഇപ്പൊ എത്ര 2 ആഴ്ച 14 ഒരു വയസ്സൊക്കെ അവിടെ കണ്ടോ അട്ടനിക്ക് അടക്കറിയാം ലൂസാണേ അതൊക്കെ 1 വയസ്സൊക്കെ മിനിമം 1 വയസ്സ് വേണം ഡ്രസ്സ് നോട്ടവും സെലക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൻ്റെ വക എടുത്തു കൊടുക്കാന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ കുട്ടിക്ക് ഭാഗമായിട്ട് അവിടുന്ന് ഒരു ഡ്രസ്സ് കിട്ടിയെന്ന് വിചാരിച്ചോ അതിൻ്റെ കാശും ഷാഹിദ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ 4 കളിക്കാരുടെ പേരെന്ന് അർജന്റീനയിൽ 4 കളിക്കാരുടെ പേര് പറയാൻ എന്നോട്. മെസ്സി, എന്ത് റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. അർജന്റീന ടീമില് 4 ആൾക്കാർ പേര് പറയാം. 4 ആൾക്കാർ പേര് പറയാം. ആ പറയേ അർജന്റീന ഫുള്ള് എന്നല്ല അതില് 4 കളിക്കാരെ പേര് പറയും. വലിയ അർജന്റീന ഫാൻ അവരെ ഓരോരുത്തർ പേര് പറയണം. കളിക്കാരെ പേര് പറയും. ഒന്നും ഓ അതല്ല ഇവിടെ അർജന്റീനയുടെ ആരാധകർ ആരൊക്കെയെന്നല്ല ചോദിക്കണേ. അർജന്റീന ഇജ്ജ് വലിയ അർജന്റീനയുടെ ആളല്ലേ, കളി കാണാൻ പറ്റാത്തതിൽ ക്ലബ്ബ് തല്ലി പൊളിച്ചാനൊക്കെ വന്നില്ലേ. അർജന്റീന 4 കളിക്കാരെ പേര് പറയാന് പേരറിഞ്ഞിട്ടൊന്നും അല്ല അല്ലേ. ആ കേരം ബോർഡ് അകടച്ചാ. ഹലോ ഫുള്ള് പോയോ എന്റെ? ആ ഇപ്പൊ കൊഴപ്പല്ല, എന്നെ മെല്ലെ വാട്ടം പിടിച്ചുള്ള പരിപാടി ഇൻഷാ അല്ലാ. അങ്ങനെ അർജന്റീനയുടെ ജേഴ്സി അട്ടനിക്ക് കൊടുത്തിട്ട് അർജന്റീനയിലെ ആളെ കൂട്ടുക. സൽമാൻ കുറ്റിക്കോട് ജേഴ്സി വാങ്ങി കൊടുത്തിട്ട് ഇവിടെ ആളെ കൂട്ടുക അർജന്റീനക്ക്. ആ ഇനി വേറെ ടീമുക്ക് പോകണ്ട, അർജന്റീനക്ക് ഒന്നും അർജന്റീന. ആ ഓക്കെ വീഡിയോ എല്ലാരും കാണുന്നുണ്ട്. അവര് വേറെ വാങ്ങി തരാണെങ്കിൽ അതിന്റെ ഒപ്പം പോയിക്കൂടെന്ന്. അത് പറ്റൂല. ഇനി കാലാകാലം അർജന്റീന. ഓന്റെ അടുത്ത് 3 എണ്ണം ഉണ്ട്. ഇവനും അങ്ങനെ അർജന്റീനയുടെ ജേഴ്സി കിട്ടിയിട്ട് അർജന്റീന ഏതാണ് അല്ല അല്ലേ. ഇത് എങ്ങനെ അർജന്റീന ടീം ആയത്? അർജന്റീനയുടെ ടീം എങ്ങനെയായത്? ആ പന്തളി കണ്ടിട്ട് അതിനെ ഏത് കളിക്കാരനെ കണ്ടിട്ട് അപ്പൊ അർജന്റീന ഏത് ആരനെ ടിവിയിൽ തന്നെ ഇത് കാണുക. അനക്ക് അർജന്റീന ടീമിന് ഇഷ്ടം തോന്നാൻ കാരണം എന്താന്ന്? അല്ല അർജന്റീനയോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താന്ന്? ചങ്കാണെന്നോ? ആരായി ചങ്ക്? മെസ്സിയോ? ആ എന്ത്? ഓ മെസ്സിയുടെ ഐക്കോണിക് സെലിബ്രേഷൻ. അപ്പേ കാലാകാലം അർജന്റീന. ഇനി വേറെ ഏതെങ്കിലും ജേഴ്സി ഇട്ട് വന്ന് ചെക്കൻ കണ്ടതിനാ കുഴപ്പമാവും. ടെക്നിക്കിന് വേറൊരു ടീം പോകാൻ പറ്റൂല. അങ്ങനത്തെ ഇട്ട് നാളെ തീർന്നു അർജന്റീനയുടെ കളിക്കോ? മുണ്ട് കുപ്പായം എന്താ പറയണ അറിയോ? ഞാൻ അടുത്ത അർജന്റീനയുടെ കളിക്ക് ജേഴ്സി ഇട്ടിട്ട് വരാന് ഓനോടും. മനെ ഈ വീഡിയോ എല്ലാരും കാണട്ടെ. ജേഴ്സി വാങ്ങിക്കൊടുത്തിട്ട് അർജന്റീനയിലെ ആളെ കൂട്ടണത് ഇവിടെ എല്ലാരും കാണുന്നുണ്ട്. അല്ലെ ഞാൻ അർജന്റീനയാണോ? അല്ല ഇക്ക് ജേഴ്സി വാങ്ങി ഇക്കൊരു ജേഴ്സി വാങ്ങി ഞാനും അർജന്റീനയാ. എനിക്കറിയാം നമ്മളാവൂലെന്നല്ലേ. ആ കാശ് കൊടുത്തു. ആയിക്കോട്ടെ.
വിളിക്കുന്നു എന്തിന് ആ എന്തിനു വിളിച്ചത് വെക്കാം എന്നെ അടുത്ത ആളുണ്ട് വരാന് അല്ലേ അർജന്റീനയിൽ അടുത്ത ആളെ കൂട്ടിയിട്ടേ ആളേണ്ട് വരാന് ആ അങ്ങനെ ആ കലാപരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴേക്കും ആശാന് വേറൊരു കലാപരിപാടി അവിടെ കണ്ടേച്ചിക്കണു. ആ അർജന്റീന ആ, ഇനി എന്നും അർജന്റീനയാണെന്ന് ഒന്നും ആ ഇനി എന്നും അർജന്റീന കാലാകാലം ഏട്ടാ ഈ ജേഴ്സി വാങ്ങണ്ടിന്നില്ലാന്നാ തോന്നുന്നു അതാ എനിക്ക് സംശയം ഉണ്ടെന്ന് അതാണല്ലോ എപ്പോഴും അതാവാൻ പറ്റുമോ ഇത് തോറ്റിട്ട് നിങ്ങൾ തോറ്റെന്താ ചെയ്യാന്ന് അല്ലോ വെള്ളം വേണോന്ന് അതെ നീമത്താ ദേ, അതിന്റെ പൈസ ആരാ അവിടെ കൊടുക്കുക ചങ്ങാതെ ചങ്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ പൈസ കൊടുത്താലേ സാധനം വിക്കില്ലേ ഇത് വിക്കില്ലേ ആ ഈ താഴത്തുള്ള ഇതും പിന്നെ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്ത കടയിൽ കൂടെ ഒക്കെ നടന്ന് മുതലാക്കാൻ മുറമ്പത്താണ് നോമ്പില്ല ഇപ്പൊ എനിക്ക് വിക്കെന്താ വിക്കെന്താ ചായ ചായ അവിടെ ചായ ചായ വിക്ക് അനക്കെന്താ ലൈമ് അപ്പൊ ബിൽക്കോ ഞങ്ങൾക്കില്ല ഞങ്ങള് നോമ്പന്ന് ഞങ്ങൾക്ക് നോമ്പുണ്ട് മുറമ്പത്താണെന്നേ എന്താ സൽമാന്റെ കെയറിങ് അല്ലേ ഇരിക്ക് ഞാന് തിന്നാനോ കടി എന്തായാലും വേണോന്ന് പേരൊക്കെ എടുക്കല്ലേ എന്തേലും ഒക്കെ ഒന്ന് എടുത്തോ അവര് തെരുവാക്കൊണ്ട് പറ്റും വെക്കുവാണോ ഈ ഇതോളോ ഈ ഇതോളോ ഇത് വെക്കുവാണോ അനക്കിഷ്ടമുള്ള അത്രേ അനക്കിഷ്ടമുള്ളത് എടാ പെരുമാളെ ചെയ്ത് നോക്കുന്നു ചങ്ങനെ ആളാ അല്ലേ പെരുമാളെ അന്നെ വിളിക്കണോ ഹലോ എന്ത് എന്തോ ഓനെ വിളിക്കും ഹലോ അന്നെ വിളിക്കണോ ഹലോ ആയോ ഈ ജേഴ്സി വാങ്ങിയപ്പോ ഇപ്പൊ കുടിക്കും വിക്ക് ചവിക്ക് കഴിക്കേ പറയൂ എന്തിങ്ങ് പോലെ ആ ഇതെന്താ ആ ഒന്നെടുപ്പ അല്ലേ രജനീത ഇന്ന് ദിവസം കിട്ടിങ്ങ ഓക്കെ രശ്മി പോകണ്ട അപ്പൊ ഞാൻ ഇപ്പൊ കുടിക്കല്ലോ എനിക്ക് വേറെ ടീമിലേക്ക് പോകാൻ പറ്റുമോ വേറെ ടീമിലേക്ക് പോകാൻ പറ്റും അതെ 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 ജയിച്ചുകൊണ്ട് മലങ്ങോ ഇല്ല ഞങ്ങില്ല മറ്റേ ടീമേര് നീ പോകാ ഇനി പോകരുത് ആ ഇല്ല മുതലാളി എവിടെയാണ് ആ അത് ഉച്ചക്കല്ലേ ആ ഉച്ചക്ക് ഇത് ചങ്ങ ചങ്ങലോ ചങ്ങല എനിക്ക് പറലന്നെ എടുക്കൂല അച്ഛന് ചോദിക്കണേ ഈ ജേഴ്സി വൈകുന്നേരം കുടുങ്ങിയോന്ന് അപ്പൊ വേറെ ടീമിലേക്ക് പോകാൻ പറ്റാതെ വേറെ ടീമുക്ക് പോകാൻ പറ്റാതെ രസില്ല അവര് പൈസ തരുമ്പോ അത് വാങ്ങണം അല്ല അല്ലേ അച്ഛന് ചോദിക്കണ എന്താ അറിയോ വേറെ ടീമേര് പൈസ തരുമ്പോ വാങ്ങാൻ പറ്റുമോന്ന് ആയിട്ടില്ല ഇല്ല പൈസ ഹലോ ഈ എടാ ഷായത് ഈ ജേഴ്സിയുടെ പൈസ എത്ര 300 എത്ര അതാണ് കൊടുത്തു ഒഴിവായിക്കോ അല്ലെങ്കിൽ ഇപ്പൊ കുടുങ്ങും പനുണ്ട് ഞാൻ 300 തരാം അതാ കേട്ടോ അല്ല അതിപ്പോ ഞാൻ പറയേ മലങ്ങിയത് ആ എന്നിട്ട് ചെയ്യും ആ വേറെ ടീമിൽ പോയാൽ ജേഴ്സി കൊടുക്കേണ്ടിരുന്നു ഞാൻ അപ്പൊ ഞാൻ എന്നെ കൊണ്ടിടക്കാം അതൊക്കെ അങ്ങുന്നോ മാമൊന്നു എന്തൊക്കെയാ നമുക്ക് അറിയണ്ട എന്താ കൂട്ടാ ഇന്ന് പണിയില്ലേ അല്ലേ മഴ പെയ്തു പോയാണോ ഇപ്പൊ ഈ വെള്ളം കുടിച്ച നേരത്തെ നമുക്ക് പോയിക്കണി ഇപ്പൊ നാട്ടിലേക്ക് എത്തിയത് ആര് ചായയുടെ പൈസ ചങ്ങലേ ചങ്കാണ് പറഞ്ഞിട്ടല്ലോ ഇവിടെ ചങ്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണ്ടോ ഇല്ല എത്ര പാവാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ആ എന്താ ഉദ്ഘാടനം ചെയ്ത കട അണിച്ചിട്ട് അങ്ങോട്ട് കേറി സൽമാന്റെ പേര് പറഞ്ഞാലോ നല്ല പൂസ് കിട്ടും ഇവിടെ അതിനെ ദൂരം കുടിക്കും ഇവിടെ വന്നിട്ട്
3 ദിവസം കൂടുമ്പോഴോ ആ ആ ഓൻ തന്നെ ഓന്റെ കൈ കൊടുക്കല്ലേ പൊന്നാര അട്ടനിയെ ആ എന്നിട്ടല്ലേ ആഴ്ച തവണ വരും ആ ഒരു തീരുമാനം ചായ ഒരു കടി ആ ഇത് ഇല്ല അത് കഴിഞ്ഞ് ഈ മണി പണിയോ ആ കുടിട്ടോ അല്ല ബാബില്ലേ ഇല്ല സാറാ ഇതില്ലപ്പാ ആ അമ്പനെ ഇറക്കുന്നുണ്ട് അത് ഓന്റെ കുട്ടി അപ്പല്ല. ഇപ്പൊ എനിക്ക് കുട്ടി ഉണ്ടായില്ല ഇതായിരുന്നില്ലേ ആ മുടി കളിച്ചിന്റെ മുമ്പേ അക്കീക്കഥ ഇറക്കുന്നുണ്ട് ആ അട്ടിണി ഇറക്കണ് അല്ല പിന്നെന്താ ആ ഇനിയിപ്പോ എന്താ അവിടെ എന്താ പണി ഇനി അട്ടിണിക്ക് വീകളോ ആ കുഴി ഒഴിച്ചാനോ ഏ അതിന്റെ കുഴികൾ ആ വേസ്റ്റ് ഇടാന് കൊടുക്കുന്നോ കൊടുക്കുന്നോ ഇത് എടാ പറ്റിയ അത്തന മറ്റന്നാ വലിയ പൂജ വേണം കേട്ടോ അത് എന്നല്ലേ ആ മൂര്യൊക്കെ വലുത് തന്നെ ആരെ മൂരിനെ ഇറക്കണം മാനെ പൂജ ആക്കും ഇജറക്കുക ആ ഹൈഷ്. അല്ല കച്ചി കഴിയും ഏ ഇത് കഴിയും എന്ത് കച്ചി കത്തിയോ ആ എന്നിട്ട് അള്ളാഹു അപ്പൊ ചവിട്ടിയാലോ ചവിട്ടിട്ട് ചോട്ടിയ മണ്ടുന്ന് കണ്ട് അള്ളാഹു കുത്തി കുത്തിയേ എന്താ പിന്നെ എന്താ ഇപ്പൊ പഴയ ഒരു ഇതാ പറയണ നാട്ടില് പണ്ട് ആ പണ്ട് അങ്ങനെ കുത്തി മരണപ്പെട്ട പറയണ് അതൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടോ എനിക്ക് മൂക്കട പൂജ തന്നെയാണ് മയമാതിരി ആ അതന്നെ ഞങ്ങളത് പരേറ്റുണ്ടാവും 20 കൊല്ലായിട്ടുണ്ടാവും ആ 20 കൊല്ലത്തിന് മേലായിട്ടുണ്ടാവും ആ കാര്യം ഓർക്ക് ഓർമ്മ അതിന്റെ നടന്നിട്ട് അവിടെ പരിപാടി കഴിച്ചു ഉം. ഏ ഇവിടെ പുല്ല് ആ എളി എളി മന്ദകൂല്ലേ ആ പുല്ല് ആ അടിക്കുക സ്കൂളിന്റെ അവിടുന്ന് മണ്ടി അതായത് ആ മൂരി മണ്ടി ഇല്ലേ ആ എന്താ ഓർമ്മ അല്ലേ കുത്തിക്കുക കയറ് വലിച്ച അവിടെ മണ്ടി. മണ്ടി എന്നിട്ടിപ്പാ ഇവിടെ നിൽക്കുക കുഞ്ഞിലപ്പ അവിടെ നിൽക്കുക വെച്ചു കുത്തി മരിച്ചു 3 ദിവസം ഉപ്പാടും വേണം ആ ആ ജേഴ്സി തിരുമ്പണമെന്ന് അതിൽ ഒന്നും അത് എഴുതി കാട്ടിക്കരി കടലാസ് അതില്ല എഴുതി കൊടുക്കാന് ഉപ്പയില്ലേ അപ്പാല് ഉമ്പണം കുപ്പായം തിരുമ്പണമെന്ന് വെച്ച് ആ തേക്കാന് ജേഴ്സി ഓപ്പൊ ഒരു ജേഴ്സി വാങ്ങി തന്നതിനാലും കുടുങ്ങി ഞാൻ പറഞ്ഞില്ലേ അത് തിരുമ്പണം അത് അയൺ ചെയ്യണം എന്നാ പറയണേ ഇസ്തിരിപ്പെട്ടിയില് തേക്കണം എന്നാ പറയണത് പഠിക്കാൻ പറ്റില്ലല്ലോ അത് തിരുപ്പലും അട്ടനിക്കിന് പണിക്ക് പോകാൻ പറ്റൂലെന്ന് ഈ ജേഴ്സി തിരുമ്പലും തേക്കലൊക്കെ ആയിട്ട് നടക്കണ്ട മടക്ക് പോയി ആ പണിക്ക് പോകുമ്പോ ഈ ജേഴ്സി ഇടാൻ പറ്റുമോ ഇല്ല മഞ്ഞ മെടുക്കുന്ന പോന്ന പണിക്ക് പോകുമ്പോ ഇടണ്ട അത്ര ഏ കളി കാണാൻ വരുമ്പോഴൊക്കെ പണിക്ക് പോകുമ്പോഴൊക്കെ ഇട്ടോ അല്ല അപ്പൊ എന്തിനാ ജേഴ്സി ഇങ്ങനെ ആടി 3 ദിവസം ഇട്ടോ ആ ആഹാ ശരിയാക്കും ആണോ ഏയ് എവിടെ നിങ്ങള് കാണാനല്ല മന ആരാ ആരാ ഹലോ അതാരാ അതാ പോലെ ഇവിടുത്തെ മുതലാളിയോ ഇവിടുത്തെ കസ്റ്റമറാ ആ ആ മുതലാളി അത്ര എന്നാ ഓന് പൈസ കൊടുക്കും ഓക്കെ ചിരിച്ചിട്ട് കാര്യമില്ല ആ ചെറിയ ഇവിടെ നടക്കില്ല അല്ല പേഴ്സ് കാണിച്ചിട്ടുണ്ട് മുണ്ടിയ പേഴ്സ് ആ അത് പേഴ്സ് ഇന്നില്ല അതാ ആ ഇത് കുടിയിൽ എടുത്തേച്ച് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവൂല ഇന്നല്ല ആ ഏയ് അത് വേണ്ട ഏയ് എന്നിട്ട് ആ ഇത് മുറിച്ചില്ലേന്നേ ഇതിന്റെ മേലെ താഴെ ഈ ഷോപ്പിനെ ഉദ്ഘാടനം ചെയ്ത് ഇവനാ കട്ട് ചെയ്തിട്ട് ആ ഷെയർ എനിക്ക് എന്ത് ഷെയർ വെച്ചു കിട്ടോ നമുക്ക് വെക്കുന്നത് ആ അന്യ മാമുണ്ടോ അതിന് ഒരു ചായയും പിന്നെന്താ ഒരു കേക്കും ടീ കേക്കും പിന്നെ ഒരു ലൈമും പിന്നെ മറ്റേ റൗണ്ടിലുള്ള കേക്കും അതിനേ ഉള്ളു കുപ്പായ എവിടെ അത് ഉണ്ട് മനെ ഒരു തൊയിലുണ്ടാവൂലേ ഇപ്പൊ ഒരു കുപ്പായം വാങ്ങിനാല് കുപ്പായ കുപ്പായ അനക്ക് പോട്ടേന്ന് ഇനി ഷർട്ട് ഒന്നും ഇടുന്ന ഇത് തന്നെ ഡെയിലി ആ താടി പഠിക്കാന് എന്തൊക്കെ ഇപ്പൊ ഒരു ജേഴ്സി വാങ്ങി തന്നിനാല് മഴ പിന്നെ താടിയൊക്കെ ഷേവ് ചെയ്യാനാ പറയുന്നു
എന്തൊക്കെ ചെയ്യണ്ട് അത് മരിപ്പിച്ചല്ലോ എന്തൊക്കെ ചെയ്യാ ആൾക്ക് നിൽക്കണം. കുളിച്ചണം, അവന് തന്നെ ഈ താടി ഷേവ് ചെയ്യണം. എടുക്കണം. ആ. അവന് തന്നെ നിങ്ങളുടെ വീട്ടില് നിൽക്കണം. ആ മൊട്ട അടിച്ചണോ? കേൾക്കണ്ട അങ്ങനെയൊക്കെ ആകണ്ട. ഇത് ഡെയിലി തിരുമ്പും വേണം, ഡെയിലി ഇടും വേണം. ഇന്ന് ചെയ്യണം. എന്നുവെച്ചാ ഒരു 3 മാങ്ങി കൊടുക്കുന്ന മാറ്റി മാറ്റി ഇടാ. എന്താ ഹലോ, മഴയാണേ. പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് മഴ ചാറി. അപ്പൊ മഴ തോരുന്നത് വരെ പുറത്ത് സെറ്റാക്കിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ പോയിട്ടിരുന്നു. ഞാനേ വിളിച്ചൂന്ന്. ആ ഈ കട ഓനാണ്. ഓനാണ് ഇനാഗുറേഷൻ ചെയ്തിരിക്കുന്നത്. കൂടുതല് ആ ഡ്രസ്സിന്റെ സ്പോർട്സ് കടയിലെ ജേഴ്സി അതും ഓനാ ഇനാഗുറേഷൻ ചെയ്തിരിക്കണ്. അതാ മുതലാളി. ചായ കുടിച്ചു, ജേഴ്സി വാങ്ങി കൊടുക്കാൻ വന്നിക്ക. അർജന്റീന ജയിക്കോ? നമ്മള് ബ്രസീലിന്റെ ആളാട്ടോ. അർജന്റീന വന്ന 2-0 ഓന്റെ ഒക്കെ കഴിഞ്ഞു. പോവാ മഴ ഹലോ, കൈയെടുക്കാൻ പറ്റേ? വീണ്ടും മഴ ആയിരിക്കും. അർജന്റീന ടീം ഞാൻ ജർമ്മനിയാ. ആരാ അർജന്റീന? അല്ലേ ഇതിനൊരു മുക്കി തോൽക്കും. നമ്മളെന്തായാലും ബ്രസീൽ ബ്രസീലും തോൽക്കുന്നു. പേടിയാൽ ഉള്ളിൽ നിൽക്കും. പീടിക്ക് വരുന്നു. എന്തിന്? ജയിച്ചോളാൻ പറയും ബ്രസീൽ. അർജന്റീന തോറ്റപ്പോ അങ്ങോട്ട് വാങ്ങി തരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തു എന്നൊന്ന് ഉറപ്പ് വരുത്തുക. വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക.